ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പോ വോളിമിക് ഷോക്കിനെ കുറിച്ചിട്ടാണ്. സോ ഹൈപ്പോ വോളിമിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷോക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സബ് ടോപ്പിക്കാണ് ഹൈപ്പോ വോളിമിക് എന്ന് പറയുമ്പം എക്സാമിന് അത് മാത്രം തന്നെ എക്സാമിന് 4 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഹൈപ്പോ വോളിമിക് ഷോക്ക് എന്ന് പറയുമ്പോൾ ഈ പേര് തന്നെയുണ്ട് ഹൈപ്പോ വോളിമിക് എന്ന് പറയുമ്പോൾ ബ്ലഡ് വോളിയം കുറയുക അല്ലെങ്കിൽ പ്ലാസ്മിൻ്റെ വോളിയം കുറയുക, ലൈക്ക് ഹൈപ്പോ വോളിമിക് ആണ്, വോളിയം കുറയുന്ന കേസസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലഡ് വോളിയം കുറയുക എന്നുള്ളതാണ്. ഈ ബ്ലഡ് വോളിയം കുറയാനുള്ള കാരണങ്ങളായിട്ട് വരുന്നതാണ് ഹെമറേജ്, സർജിക്കൽ കണ്ടീഷൻസ്, ബേൺസ്, ഡീഹൈഡ്രേഷൻ. ഇപ്പോൾ ഹൈപ്പോ വോളിമിക് ഷോക്ക് കോസസ് എഴുതിയിട്ട് ഹെമറേജ്, സർജിക്കൽ കണ്ടീഷൻ, ബേൺസ്, ഡീഹൈഡ്രേഷൻ വിച്ച് വിൽ ലെഡ് ടു ദ ബ്ലഡ് വോളിയം കുറയാം. ലോ ബ്ലഡ് വോളിയം ഉണ്ടാവും. ഇതിൽ തന്നെ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഹെമറേജ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കോസസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം ബ്ലഡ് വോളിയം കുറയും. ബ്ലഡ് വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ വീനസ് റിട്ടേൺ കുറയും. വീനസ് റിട്ടേൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവഞ്ച്വലി കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷോക്കിൻ്റെ ഡെഫിനേഷൻ പറയുന്ന സമയത്ത് പറഞ്ഞു കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അപ്പോൾ ടിഷ്യൂ പെർഫ്യൂഷൻ കുറയും, ടിഷ്യൂവിൽ ഡാമേജ് ഉണ്ടാവും. പറയുമ്പോൾ ഓക്സിജൻ ആഡിക്വേറ്റ് ആയിട്ട് എത്തൂല. അപ്പോൾ അതിനാണ് ഷോക്ക് പറയുന്നത്. അപ്പം ഇനീഷ്യലി അത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഷോക്ക്, ദറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഷോക്ക് അല്ലെങ്കിൽ കോമ്പൻസേറ്റഡ് ഷോക്കൊക്കെ എത്തും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡീൻ്റെ മെക്കാനിസംസ് ഒക്കെ ട്രൈ ചെയ്യും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷവും വീണ്ടും കണ്ടിന്യൂഡ് ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഷോക്കൊക്കെ കിടക്കും, ദാറ്റ് ഈസ് പ്രോഗ്രസീവ് ഷോക്ക്. അവിടെ നിന്ന് നമുക്കറിയാം തെറപ്പി അവിടെ ആവശ്യമുണ്ട്. തെറപ്പി കൊടുത്തിട്ടില്ലെങ്കിൽ അത് വീണ്ടും വേഴ്സൺ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോഗ്രസീവ് ഷോക്കിൽ എത്തിയിട്ട് തെറപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ റിക്കവർ ആവും. പക്ഷേ തെറപ്പി ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ഷിഫ്റ്റ് ടു നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഷോക്ക്, ദാറ്റ് ഈസ് റിവേഴ്സിബിൾ ഷോക്ക്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തെറപ്പി കൊടുത്തിട്ടും കാര്യമില്ല, വിച്ച് വിൽ ലെഡ് ടു ദ ഡെത്ത്. അപ്പോൾ നമ്മൾ ഇനി ഓരോ സ്റ്റേജസ് ഓഫ് ഷോക്കിലും എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അപ്പം നോൺ പ്രോഗ്രസീവ് അല്ലെങ്കിൽ കോമ്പൻസേറ്റഡ് സ്റ്റേജ്. നോൺ പ്രോഗ്രസീവ് നമ്മൾ നേരത്തെ സ്റ്റേജസ് പറയുമ്പോൾ തന്നെ പറഞ്ഞു ഇവിടെ എന്താണ് റിക്കവേർഡ് ബൈ നോർമൽ ബോഡി കോമ്പൻസേറ്ററി മെക്കാനിസം. നമ്മുടെ ബോഡിയിൽ നോർമലായിട്ടുള്ള മെക്കാനിസംസ് കൊണ്ട് റിക്കവർ ആകുന്നതാണ്. അപ്പം നോർമൽ ബോഡി കോമ്പൻസേഷൻ. അപ്പം ഹൈപ്പോ വോളിമിക് ഷോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കാർഡിയാക് ഔട്ട്പുട്ട് ഉണ്ടാവും, വിച്ച് വിൽ ലെഡ് ടു ദ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ ഫോൾ ചെയ്യും. അപ്പോൾ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ നോർമലൈസ് ആക്കാനുള്ള കുറച്ച് മെക്കാനിസം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോർട്ട് ടേം റെഗുലേഷൻ, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ടേം റെഗുലേഷൻ, ലോങ് ടേം റെഗുലേഷൻ. അപ്പോൾ ഇതിനൊക്കെ ഈ ഹൈപ്പോ വോളിമിക്കിലൊക്കെ ഇതിനൊക്കെ എന്താണ് സംഭവിക്കുന്നത് ഇതിൽ പറയാം. പക്ഷെ അതിൽ ചില ടേംസ് എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കിലുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അത് കണ്ടാലേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ടേംസ് മാത്രം മനസ്സിലാക്കുക. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഓരോ ടേംസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ, ലൈക്ക് നമ്മുടെ ഷോർട്ട് ടേം റെഗുലേഷൻ, ലോങ് ടേം റെഗുലേഷൻ അതിൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഞാൻ ജസ്റ്റ് ഈ ഹൈപ്പോ വോളിമിക്കിൻ്റെ റിലേറ്റഡ് ആയിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ ഇസ് ഷോർട്ട് ടേം റെഗുലേഷൻ. ഇപ്പോൾ ഷോർട്ട് ടേം റെഗുലേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബാരോ റിസെപ്റ്റർ റിഫ്ലക്സ്, കീമോ റിസെപ്റ്റർ റിഫ്ലക്സ്, അതുപോലെ CNS ഇസ്കീമിക് റെസ്പോൺസ്, ഇത്രയും കാര്യങ്ങൾ ആക്ടിവേറ്റ് ആവും. ഓക്കെ, ഇത്രയും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് വിൽ ലെഡ് ടു സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ. സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവും. സോ ഹാർട്ട് റേറ്റ് കൂടും, വിച്ച് വിൽ റിസൾട്ട് ഇൻ ടു ബ്ലഡ് പ്രഷർ കൂടും. ബ്ലഡ് പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി കുറവായിരുന്നു, ബ്ലഡ് പ്രഷർ കൂടിയിട്ട് നോർമൽ ലെവലിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ലൈക്ക് നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ വാസോ കൺസ്ട്രിക്ഷൻ ഇൻ ഓൾ ദ ടിഷ്യൂസ് എക്സെപ്റ്റ് ഇൻ ദ ബ്രെയിൻ ആൻഡ് ലൈക്ക് കൊറോണറി ബ്ലഡ് വെസൽസിലും അതുപോലെ സെറിബ്രൽ ബ്ലഡ് വെസൽ, നമ്മൾ ബ്രെയിനിലും ഹാർട്ടിലും ഒഴികെ ബാക്കി എല്ലായിടത്തും എന്തുണ്ടായിരിക്കും വാസോ കൺസ്ട്രിക്ഷൻ സംഭവിക്കും. നെക്സ്റ്റ് വരുന്നത് ഇൻ്റർമീഡിയറ്റ് ടേം റെഗുലേഷൻ ആണ്, ദാറ്റ് ഇസ് റിവേഴ്സ് സ്ട്രെസ്. അവിടെ എന്തൊക്കെ ആക്ടിവേറ്റ് ആവുമെന്ന് വെച്ചാൽ റിവേഴ്സ് സ്ട്രെസ് റിലാക്സേഷനും കാപ്പിലറി ഫ്ലൂയിഡ് ഷിഫ്റ്റ്. അപ്പോൾ ഈ രണ്ട് ടേം എന്താണെന്നുള്ളത് ലൈക്ക് ഈ റെഗുലേഷൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഞാൻ ജസ്റ്റ് ആ ടേം മാത്രം പറയുന്നുള്ളൂ കേട്ടോ. റിവേഴ്സ് സ്ട്രെസ് റിലാക്സേഷനും കാപ്പിലറി ഫ്ലൂയിഡ് ഷിഫ്റ്റും ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമ്മുടെ BP കൂടിയിട്ട് നോർമലിലേക്ക് എത്തും. ഇനി തേർഡ് വൺ ഇസ് ലോങ് ടേം റെഗുലേഷൻ ആണ്. ലോങ് ടേം റെഗുലേഷൻ നമുക്ക് അറിയുന്ന സംഭവമാണ് റാസ് മെക്കാനിസം. ഓക്കെ, റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറിൻ മെക്കാനിസം. അവിടെ മെയിനായിട്ട് സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ സംഭവിക്കും. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നീൻ്റെ ആക്ടിവിറ്റി, ദാറ്റ് ഈസ് സോഡിയം വാട്ടർ റിട്ടൻഷന്,
പിന്നെ അൽഡോസ്റ്റിറോണിൻ്റെ റിലീസ് ഉണ്ടാവും, വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാവും ബിക്കോസ് ഓഫ് ദ റിലീസ് ഓഫ് ആൻജിയോടെൻസിൻ 2. അതുപോലെ തന്നെ ADH ലൈക്ക് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിന്ന് ആൻറ്റി ഡയറോട്ടിക് ഹോർമോൺ റിലീസ് ചെയ്യും. സോ H2 റീഅബ്സോർപ്ഷൻ ഫ്രം ദ കലക്ടിങ് ഡക്ട് ഇതൊക്കെ സംഭവിക്കും, വിച്ച് വിൽ ഇവഞ്ച്വലി റെഡ് ടു ദ നോർമൽ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നോൺ പ്രോഗ്രസീവ് അല്ലെങ്കിൽ കോമ്പൻസേറ്റീവ് സ്റ്റേജ്, നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ലൈക്ക് ഓരോ ഷോർട്ട് ടേമിൽ ചില കാര്യങ്ങൾ ആക്ടിവേറ്റ് ആവും, അത് കാരണം ബ്ലഡ് പ്രഷർ നോർമലാവും. അതേപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ലോങ് ടേം. ഇനി ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷവും എന്താണ് കോമ്പൻസേറ്റീവ് ഷോക്കിന് ശേഷം അപ്പം ബോഡി ചില മെക്കാനിസംസ് ഒക്കെ ചെയ്തതിന് ശേഷവും വീണ്ടും കണ്ടിന്യൂഡ് ബ്ലഡ് ഫ്ലൂയിഡ് ലോസ് ഉണ്ട് കഴിഞ്ഞാൽ വിച്ച് വിൽ go to the next stage of the shock, that is progressive stage of the shock. അപ്പോൾ പ്രോഗ്രസീവ് സ്റ്റേജ് ഓഫ് ഷോക്ക് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറപ്പി കൊടുത്തു കഴിഞ്ഞാൽ റിക്കവേർഡ് ആവും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഹൈപ്പോ വോളിയമൊക്കെ തന്നെ ബ്ലഡിൻ്റെ വോളിയം കുറയല്ലേ, അല്ലെങ്കിൽ പ്ലാസ്മൻ്റെ വോളിയം കുറയല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ ട്രാൻസ്ഫ്യൂഷനാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും റിക്കവറി ഉണ്ടാവും. ഇനി എന്താണ് പ്രോഗ്രസീവ് സ്റ്റേജിൽ സംഭവിക്കുന്നത് നോക്കാം. ദാറ്റ് ഈസ് ബ്ലഡിൻ്റെ വോളിയം കുറയും, സോ ഇവൻച്വലി കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, സോ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ കുറയും. ഇനി ഇവിടെ നമ്മൾ തെറാപ്പി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊറോണറി ബ്ലഡ് ഫ്ലോ, നമ്മുടെ ഹാർട്ടിലുള്ള ബ്ലഡ് ഫ്ലോ കുറയും. ഹാർട്ടിൻ്റെ ബ്ലഡ് ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയാക് ഡിപ്രഷൻ ഉണ്ടാവും. ഓക്കെ, കാർഡിയാക് ഡിപ്രഷൻ ഉണ്ടാവും. ഈ കാർഡിയാക് ഡിപ്രഷന് ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു മെയിൻ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് തെറപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഈ കാർഡിയാക് ഡിപ്രഷൻ വരെ എത്തുമെന്ന് എത്തൂല കേട്ടോ. അവിടെ നിന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. തെറപ്പി എന്താ നമ്മൾ പറഞ്ഞത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇവിടെ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ആർട്ടിയ ബ്ലഡ് പ്രഷർ കുറയും, കൊറോണറി ബ്ലഡ് ഫ്ലോ കുറയും, കാർഡിയാക് ഡിപ്രഷൻ ഉണ്ടാവും. ഈ കാർഡിയാക് ഡിപ്രഷനിലുള്ള മെയിൻ റീസൺസ് ആണ് വാസോ മോട്ടോർ ഫെയിലിയർ, അതായത് നമ്മുടെ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ, പാരാസിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ അതിൻ്റെ ഫെയിലിയർ. ഓക്കെ, പിന്നെ സ്ലഡ്ജഡ് ബ്ലഡ് അതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് കാപ്പിലറി പെർമിയബിലിറ്റി, പിന്നെ നമ്മുടെ ഡെഡ് ടിഷ്യൂ നമ്മൾ പറഞ്ഞു കാർഡിയാക് ഔട്ട്പുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂവിലത്തെ ഓക്സിജൻ എത്തൂല, ബ്ലഡ് പെർഫ്യൂഷൻ കുറയും, സോ ടിഷ്യൂവിൽ എന്തുണ്ടാവില്ല, ഓക്സിജന് ഹൈപ്പോക്സിയ ഉണ്ടാവും. അപ്പോൾ ഓക്സിജൻ്റെ ലെവൽ കുറയും, സോ ടിഷ്യൂ ഡാമേജ് ഉണ്ടാവും. ബട്ട് ഡാമേജ് ആയ ടിഷ്യൂസിൽ നിന്ന് ടോക്സിൻസ് ഒക്കെ റിലീസ് ചെയ്യും. അപ്പോൾ അത് കാരണം, അതുപോലെ തന്നെ എൻഡോടോക്സിൻസ് ഫ്രം ബാക്ടീരിയ ആണ് എന്തുണ്ടാക്കുന്നത്, എൻഡോടോക്സിൻസ് റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഡസ്റ്റൈനിൽ നിന്നുള്ള എൻഡോടോക്സിൻസിൻ്റെ റിലീസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കാർഡിയാക് ഡിപ്രഷന് കാരണം. അപ്പോൾ നമ്മുടെ പ്രോഗ്രസീവ് സ്റ്റേജിൽ എന്തുണ്ടാവും, കാർഡിയാക് ഡിപ്രഷൻ സംഭവിക്കും ഇഫ് തെറപ്പി ഈസ് നോട്ട് ഗിവൺ ബിക്കോസ് ഓഫ് ദ റീസൺസ് ലൈക്ക് വാസോമോട്ടർ ഫെയിലിയർ, സ്ലഡ്ജഡ് ബ്ലഡ്, ഇൻക്രീസ്ഡ് കാപ്പിലറി പെർമിയബിലിറ്റി, toxins from dead tissues and endotoxin which is released from the bacteria. ഓക്കെ, ഇനി നമ്മൾ എന്താണ് സ്ലഡ്ജഡ് ബ്ലഡ് എന്നൊന്ന് നോക്കാം. എന്നറിയുമ്പം നമ്മുടെ മൈക്രോ വെസൽസിൽ ചെറിയ വെസൽസ്, നമുക്ക് ലൈക്ക് കാപ്പിലറീസ് പോലത്തെ ചെറിയ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ഫ്ലോ കുറയൂലേ, നമ്മൾ പറഞ്ഞു ഇവിടെ കൊറോണറി ബ്ലഡ് ഫ്ലോ കുറയും. അതുപോലെ തന്നെ ടോട്ടലി ഒരു വെസൽസിലൊക്കെ ബ്ലഡ് ഫ്ലോ കുറയും നമ്മുടെ ഹൈപ്പോവോളിമിക് ഷോക്കിൽ. അപ്പം ബ്ലഡ് ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ബ്ലഡ് ഫ്ലോ കുറവായിരിക്കും, പക്ഷെ അവിടെ എന്തായിരിക്കും, നോർമൽ ടിഷ്യൂത്തെ മെറ്റബോളിസം നോർമലായിരിക്കും. അങ്ങനെ വരുന്ന കേസസിൽ ലാക്റ്റിക് ആസിഡ് കൂടും. അതേപോലെ തന്നെ ഈ ടിഷ്യൂസിലുള്ള കാർബോണിക് ആസിഡൊക്കെ കൂടും. അങ്ങനത്തെ കേസസ് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് സെൽസ് തമ്മിൽ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്മോൾ ക്ലോട്ട്സ് ഫോം ചെയ്യും ബ്ലഡിൽ. അതിനാണ് നമ്മൾ സ്ലഡ്ജഡ് ബ്ലഡ് എന്ന് പറയുമ്പം ദ ഫോർമേഷൻ ഓഫ് സ്മോൾ ബ്ലഡ് ക്ലോ. അപ്പോൾ എന്താണ് ജസ്റ്റ് റീസൺ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മെയിനായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ സ്മോൾ ക്ലോട്ട്സ് ഫോം ചെയ്യുക, സ്മോൾ ക്ലോട്ട്സ് ഫോംഡ് ഇൻ ദ ബ്ലഡ്, അതിനാണ് സ്ലഡ്ജഡ് ബ്ലഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ റീസൺ ഫോർ ദ കാർഡിയാക് ഡിപ്രഷൻ ഇൻ പ്രോഗ്രസീവ് സ്റ്റേജ് ഓഫ് ദ ഷോക്ക്. അപ്പോൾ അങ്ങനെ ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങൾ കാരണം എന്തുണ്ടായി, കാർഡിയാക് ഡിപ്രഷൻ ഉണ്ടായി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തില്ല, തെറപ്പി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പിന്നെ വീണ്ടും വേഴ്സണാവും. ഇറ്റ് വിൽ ഗോ ടു എ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഷോക്ക്, ദാറ്റ് ഈസ് ഇറിവേഴ്സിബിൾ ഷോക്ക്. ഇറിവേഴ്സിബിൾ ഷോക്ക് നമുക്കറിയാം. പിന്നെ ഇവിടെ തെറാപ്പി കൊടുത്തിട്ടും കാര്യമില്ല, അത് കുറച്ചുകൂടെ വേഴ്സൺ സ്റ്റേജാണ്. പറയുമ്പോൾ ഡെത്ത് ഇനാവിറ്റബിൾ ആണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, അവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റീസൺസ് എന്ന് വെച്ചാൽ ടിഷ്യൂ ഡാമേജ് നല്ല കൂടി, അതുപോലെ തന്നെ
ബ്ലഡിലുള്ള ഡിസ്ട്രക്റ്റീവ് എൻസൈംസിൻ്റെ ലെവൽ കൂടി, ആസിഡോസിസ് കൂടി, നമ്മളിവിടെ നേരത്തെ തന്നെ പറഞ്ഞു ലാക്റ്റിക് ആസിഡ് കൂടി, അപ്പോൾ ആസിഡോസിസ് കൂടി. അതുപോലെ തന്നെ ഡിപ്ലീഷൻ ഓഫ് മെയിൻ സാധനം ഇതാണ്, ഡിപ്ലീഷൻ ഓഫ് സെല്ലുലാർ ഹൈ എനർജി ഫോസ്ഫേറ്റ് റിസർവ്. അപ്പോൾ സെല്ലിൽ ഹൈ എനർജി ഫോസ്ഫേറ്റ് റിസർവ്സ് ഉണ്ട്, നമ്മുടെ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ ATP, അതിൻ്റെയൊക്കെ സെല്ലിൽ ഉള്ള അതിൻ്റെ ലെവലൊക്കെ ഡിപ്ലീഷൻ സംഭവിക്കുക. അപ്പോൾ അതിൻ്റെ ലെവലൊക്കെ കുറയാം. അപ്പോൾ എനർജി ഇല്ല, സെല്ലിലൊന്നും എനർജി ഇല്ല. അങ്ങനെയൊക്കെ ആകുന്ന സമയത്ത് വിച്ച് വിൽ ലെഡ് ടു ദ ഡെത്ത്. ഇതാണ് റിവേഴ്സിബിൾ ഷോക്കിൽ നടക്കുന്നത്. അപ്പം ഓൾ ടോട്ടൽ ഒരു സമ്മറി പോലെ പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ബ്ലഡ് വോളിയം കുറയും, അപ്പോൾ ഹൈപ്പോ വോളിമിക് ഷോക്കിൽ ബ്ലഡ് വോളിയം കുറയും, വീനസ് റിട്ടേൺ കുറയും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയും, അപ്പോൾ ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ കുറയും. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കോമ്പൻസേറ്റഡ് സ്റ്റേജിൽ എന്തൊക്കെയാണ് നമ്മുടെ ഷോർട്ട് ടേം റെഗുലേഷൻ, ഇൻ്റർമീഡിയറ്റ് റെഗുലേഷൻ, അതുപോലെ തന്നെ ലോങ് ടേം റെഗുലേഷൻ. അപ്പോൾ ഷോർട്ട് ടേമിൽ എന്തൊക്കെ ആക്ടിവേറ്റ് ആവുന്നത്, ബാരോസെപ്റ്റർ, കീമോറിസെപ്റ്റർ, CNS ഇസ്കീമിക്. പിന്നെ നമ്മുടെ ഇൻ്റർമീഡിയറ്റിൽ റിവേഴ്സ് സ്ട്രെസ് റിലാക്സേഷൻ ആ സംഭവം ആക്ടിവേറ്റ് ആവും, അതുപോലെ തന്നെ കാപ്പിലറി ഫ്ലൂയിഡ് ഷിഫ്റ്റും ആക്ടിവേറ്റ് ആവും. ലോങ് ടേമിൽ റാസ് മെക്കാനിസം ആക്ടിവേറ്റ് ആവും. ഇതൊക്കെ ഇവഞ്ച്വലി ലെഡ് ടു സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ, സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ, ADH റിലീസ്, ആൽഡോസ്റ്റിറോൺ റിലീസ്, വാസോ കൺസ്ട്രിക്ഷൻ. ഇതൊക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും, ആർട്ടീരിയൽ ബ്ലഡ് പ്രഷർ കൂടും, നോർമൽ ബ്ലഡ് പ്രഷർ ആവും. ഇനി ഇവിടുന്ന് ശേഷവും കണ്ടിന്യൂഡ് ബ്ലഡ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ദ ഷോക്ക്, ദറ്റ് ഈസ് പ്രോഗ്രസീവ് സ്റ്റേജ്. അവിടെ നിന്ന് ഈ ഒരു സൈക്കിൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. ദറ്റ് ഈസ് കൊറോണറി ബ്ലഡ് ഫ്ലോ കുറയും, കാർഡിയക് ഡിപ്രഷൻ ഉണ്ടാവും. കാർഡിയക് ഡിപ്രഷൻ ആവാനുള്ള റീസൺസ് പഠിക്കുക. വാസോമോട്ടോ ഫെയിലിയർ, സ്ലഡ്ജ്ഡ് ബ്ലഡ് എന്താണെന്ന് പറഞ്ഞു, സ്മോൾ ക്ലോട്ട്സ് ഇൻ ദ വെസൽസ്, ചെറിയ മൈക്രോ വെസൽസിലുള്ള ബ്ലഡിൻ്റെ സ്മോൾ ക്ലോട്ട് ഫോർമേഷനാണ് സ്ലഡ്ജഡ് ബ്ലഡ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇൻക്രീസ് കാപ്പിലറി പെർമിയബിലിറ്റി, ടോക്സിൻസ്, എൻഡോടോക്സിൻ, ഇത്രയും കാര്യങ്ങളാണ് കാർഡിയക് ഡിപ്രഷന് കാരണം. ഇനി അവിടെ പ്രോഗ്രസീവ് സ്റ്റേജിൽ തെറപ്പി കൊടുത്തിട്ടില്ലെങ്കിൽ വിച്ച് വിൽ ഗോസ് ടു നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ദ നമ്മുടെ ഷോക്ക്, ദാറ്റ് ഇസ് ഇറിവേഴ്സിബിൾ സ്റ്റേജ്. റിവേഴ്സിബിൾ സ്റ്റേജിൽ മെയിനായിട്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ഡിഗ്രീസ് ഇൻ ദ സെല്ലുലാർ ഹൈ എനർജി ഫോസ്ഫേറ്റ് റിസർവ്സ്. ഓക്കെ, ദാറ്റ് ഇസ് ക്രിയാറ്റിൻ, ഫോസ്ഫേറ്റ്, ATP, അതൊക്കെ കുറയും, എനർജി കുറയും. ഓക്കെ, എനർജി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെൽ ഡെത്ത് ഉണ്ടാവും. ഓക്കെ, ഡെത്ത് ഓഫ് ദ പേഴ്സൺ ഉണ്ടാവും. റിവേഴ്സിബിൾ സ്റ്റേജിൽ പിന്നെ തെറാപ്പി കൊടുത്തിട്ടില്ലെങ്കിൽ ഡെത്ത് ഇസ് ഇനാവിറ്റബിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൈപ്പോ വോളിമിക് ഷോക്കിൽ വരുന്നത്. അപ്പം ഹൈപ്പോ വോളിമിക് ഷോക്ക് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ കോസസ് എഴുതുക, പിന്നെ ഓരോ സംഭവങ്ങളും ഫസ്റ്റ് ജസ്റ്റ് ഇതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ആദ്യം നോൺ പ്രോഗ്രസീവ്, പിന്നെ റിവേഴ്സിബിൾ, പിന്നെ ഓരോന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എഴുതുക. അപ്പോൾ നോൺ പ്രോഗ്രസീവിൽ ഷോർട്ട് ടേം, ഇൻ്റർമീഡിയറ്റ് ടേം, പിന്നെ ലോങ് ടേം, പിന്നെ പ്രോഗ്രസീവിൽ മറ്റേ സൈക്കിൾ കാർഡിയക് ഡിപ്രഷൻ്റെ, പിന്നെ റിവേഴ്സിബിൾ തന്നെ ഡെത്ത് മറ്റേ ഡിഗ്രീസ് ഇൻ ദ സെല്ലുലാർ ഹൈ എനർജി ഫോസ്ഫേറ്റ് ആ സംഭവം എഴുതുക. അത്രയാണ് ഹൈപ്പോ വോളിമിക്കിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ടൈപ്സ് ഓഫ് നമ്മുടെ ഷോക്കും അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ ഷോക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും.